ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കടം മാറി നമ്മുടെ ലൈഫ് ഒന്ന് മെച്ചപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒരു രീതിയിലും നമുക്ക് മെച്ചം വരുന്നില്ല. നമ്മൾ ഒത്തിരി ആൾക്കാരുടെ വീഡിയോസ് ഇങ്ങനെ കണ്ടു പോകാറുണ്ട്. അപ്പോൾ ആ വീഡിയോസിലെ പല കാര്യങ്ങളും നമ്മൾ പരീക്ഷിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പരീക്ഷിച്ചു പോകുന്നത്? കാരണം നമുക്ക് കടം എന്ന് പറയുന്നത് വലിയൊരു ബാധ്യത തന്നെയാണല്ലേ. നമുക്ക് എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ നമ്മളെ പകുതി മുക്കാലും ആൾക്കാർ പറയാറുണ്ട് എനിക്ക് ഉറക്കമില്ല. ഈ ഉറക്കമില്ലാത്തതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയുമ്പോഴാണ് അവർക്ക് അസുഖങ്ങളൊന്നുമല്ല, പക്ഷേ ഈ കടവും മറ്റു കാര്യങ്ങളും ഒക്കെ ആലോചിച്ചുകൊണ്ടുള്ള ഒരു ഉറക്കക്കുറവാണ് അവർക്കുള്ളത്. അപ്പോൾ ഈ ഒരു കടം എന്ന് പറയുന്ന ആ ഒരു പ്രശ്നം വെറുതെയാണോ കടം കയറി വരുന്നത്? അല്ല, രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ തന്നെ ഒപ്പിച്ചു വെക്കുന്നതാണ് പല കടങ്ങളും. രണ്ടാമത്തത് നമ്മുടെ സ്ഥിതി കൊണ്ടുണ്ടാകുന്ന കടങ്ങൾ, അല്ലേ? ചിലരുണ്ട് മനഃപൂർവ്വം കടം വാങ്ങിച്ച് ആ കടത്തിൽ സുഖമായിട്ട് ജീവിച്ചിട്ട് അവസാനം എന്ത് ചെയ്യും? അവസാനം ഒരു ഒറ്റ മുങ്ങലങ്ങ് മുങ്ങും. ഇനി രണ്ടാമത്തെ ആൾക്കാരുണ്ട്, ആ കടം കൊടുത്തു തീർക്കാൻ വേണ്ടി പാടുപെടുന്നവർ. ഇപ്പോൾ നമുക്ക് അറിയാം, എല്ലാവരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും അങ്ങനെയൊന്നും ആയിരിക്കില്ല. പ്രൈവറ്റ് ജീവനക്കാരായിരിക്കാം, സ്വകാര്യ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കാം. അപ്പോൾ അവർക്കും അവരുടേതായിട്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണെങ്കിൽ തന്നെ നമ്മൾ പറയും ഓക്കെ, അവർക്ക് ഒത്തിരി എമൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സുഖമായിട്ട് ജീവിക്കാമല്ലോ എന്ന്. അങ്ങനെയല്ല, എല്ലാവർക്കും പൈസ വരുന്നതിൻ്റെ അനുസരിച്ച് അതിനനുസരിച്ചുള്ളൊരു ചിലവുണ്ട്. അതായത് നമുക്ക് 5000 രൂപയ്ക്ക് സാലറി കിട്ടി ജീവിക്കുന്ന ഒരാൾക്ക് അന്നത്തെ കാലത്ത് 5000 രൂപയെന്ന് പറയുന്നത് വലിയതായിരിക്കും. പിന്നെ നമുക്ക് 5000 10000 ആകുമ്പോൾ നമ്മൾ വിചാരിക്കും 10000 ആകുമ്പോൾ എനിക്ക് 5000 അല്ലായിരുന്നോ ഇതുവരെയുള്ള ചിലവുകൾ. അപ്പോൾ 10000 രൂപയാകുമ്പോൾ ബാക്കി 5000 രൂപ എനിക്ക് സേവ് ചെയ്ത് വെക്കാമല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല, അതിനനുസരിച്ചുള്ള ഒരു ചിലവ് വരും. അതാണ് മണിയുടെ ഒരു പ്രത്യേകത. അതായത് മണി എത്രത്തോളം കൂടുന്നു അത്രത്തോളം നമുക്കവിടെ ചിലവുകളുടെ ആ ഒരു സാധ്യതയും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പൈസ എത്രത്തോളം കിട്ടണമെന്നാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്. അപ്പോൾ പൈസ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതിനുപരി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടേതായിട്ടുള്ള ബാധ്യതകളെ കുറയ്ക്കാൻ ഇടയാക്കുന്ന ഒന്ന് തന്നെയാണ് പണം. പണത്തിന് ഭയങ്കര വാല്യൂ ആണുള്ളത്. അതായത് എവിടെയുണ്ടെങ്കിലും, എവിടെ നമുക്കൊന്ന് നടുനിവർത്തി നിൽക്കണമെങ്കിലും നമ്മളുടെ കയ്യിൽ 10 പൈസ ഉണ്ടെങ്കിൽ ആർക്കും, അതായത് ആരെയും നമ്മൾ ആശ്രയിക്കേണ്ട, ആരുടെയും മുന്നിൽ തല കുനിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് തരുന്ന ഒന്നാണ്. ചിലർ പറയാറുണ്ട് ആത്മവിശ്വാസം തരുന്ന ഏതെങ്കിലും ഒന്ന് പറയാവുന്ന ഒരൊറ്റ വാക്കിൽ പറയാൻ പണമാണ്. പണം നമുക്ക് നല്ല രീതിയിൽ ആത്മവിശ്വാസം തരും. അപ്പോൾ ഈ ഒരു കടം മാറ്റുന്നതിൻ്റെ പല തന്ത്രങ്ങൾ പല ആൾക്കാർ പ്രയോഗിക്കുന്നുണ്ട്. ഒത്തിരി വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും. ആ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതിലൊക്കെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കടം മാറും, ഇതുപോലെ പൈസ ചിലവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കടം മാറും. ഒരിക്കലും ഇല്ല. നമ്മൾ പൈസ ചിലവാക്കുന്നതിനനുസരിച്ച് നമ്മുടെ കടത്തിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ സാമ്പത്തിക ബാധ്യതകൾ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അനാവശ്യമായിട്ടുള്ള ഫേക്കായിട്ടുള്ള കാര്യങ്ങളിൽ ചെന്ന് നമ്മൾ തലയിടാതിരിക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പല മാർഗ്ഗങ്ങളും ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിൽ വലിയ പൈസ ചിലവൊന്നും ഇല്ലാത്ത പല കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ചിലർ സ്വർണ്ണത്തിൽ ഇത് കെട്ടി അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും, നിങ്ങളുടെ ബാധ്യതകൾ മാറുമെന്നൊക്കെ പറയും. ഇല്ല, നിങ്ങൾക്ക് നമ്മൾ എന്ത് വിചാരിക്കണം, നമ്മൾ വെറുതെ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ കുത്തിയിരുന്നിട്ട് നമുക്ക് കടം മാറണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മാറത്തില്ല. അപ്പോൾ കടം മാറുന്നതിന് വളരെ രീതിയിൽ നമ്മൾ ഫലപ്രദമായിട്ട് പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന പല രീതികളുണ്ട്. ആ പരമ്പരാഗതമായിട്ടുള്ള ഉപയോഗിക്കുന്ന പല രീതികളും നമ്മളിങ്ങനെ കേട്ടറിഞ്ഞ് ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവായിട്ടൊരു എനർജി കിട്ടുന്നുണ്ട്. പല രീതിയിലും പല കൈവഴികളിലൂടെ നമുക്ക് പണം വരുന്നുണ്ട് എങ്കിൽ നമുക്കത് ചെയ്ത് നോക്കാവുന്നതാണ്. ഒരിക്കലും നമ്മൾ മുൻവിധിയോടുകൂടി ഒരു കാര്യത്തെ നമ്മൾ കാണരുത്. ഈ കടവും എന്ന് പറയുന്ന ഒരു പ്രശ്നം വരുമ്പോൾ, കടവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരീക്ഷണം നമ്മൾ ചെയ്യുമ്പോൾ, കടബാധ്യത മാറുന്നതിന് വേണ്ടിയുള്ള ഒരു പരീക്ഷണം ചെയ്യുമ്പോൾ ഒരിക്കലും അവിടെ ഒരു മുൻവിധി വെക്കരുത്. അതായത് എനിക്കിനി ഇത് കിട്ടുമോ, അതായത് ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് ഇവർ പറയുന്നത് ശരിയാണോ, ഇവർ കള്ളമാണോ, അങ്ങനെ രീതിയിൽ ചെയ്യരുത്. മുൻവിധി ഇല്ലാതെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്ന കാര്യം വേറൊന്നുമല്ല, കഴിഞ്ഞ വീഡിയോസിൽ ഉപ്പ്, കടുക് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നെഗറ്റീവ് എനർജി മാറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വളരെ ഫലപ്രദമായിട്ട് ഒത്തിരി ആൾക്കാർ, അതായത് അവരൊക്കെ നമുക്ക് ഈ കണ്ണേറ് ദോഷം വരുമ്പോഴും നാവേറ് ദോഷമൊക്കെ വരുമ്പോഴും സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മൾ ഈ വറ്റൽ മുളക് എന്ന് പറയുന്നത്. നമ്മൾ ഈ ചില വീടുകളിലെ പാലുകാച്ചിനൊക്കെ പോകുന്ന ചില വീടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. വീടുകളുടെ ഫ്രണ്ടിലും അതുപോലെ തന്നെ ചില കല്യാണം വിളിക്കാനൊക്കെ നമ്മൾ ചില വീടുകളിൽ പോകുമ്പോൾ, ഗസ്റ്റായിട്ട് ചില വീടുകളിൽ പോകുമ്പോൾ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വറ്റൽ മുളകൊക്കെ നാരങ്ങയായിട്ട് തൂക്കിയിട്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് വറ്റൽ മുളക് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഒരാളുടെ മനസ്സിൻ്റെ നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കുന്നതിനും നമ്മുടെ കുടുംബത്തിലും അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന മണി ബ്ലോക്കിലെ ഉണ്ടാകുന്ന ആ ഒരു നെഗറ്റീവ് എനർജിയെ മാറ്റാനും സഹായിക്കുന്നതാണ്. അതായത് നെഗറ്റീവ് എനർജിയെ മാത്രം വലിച്ചെടുക്കുന്നതാണ്, പോസിറ്റീവ് എനർജിയെ വലിച്ചെടുക്കില്ല. നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കും തോറും നമുക്കുണ്ടാകുന്ന പോസിറ്റീവ് എനർജിയുടെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ വറ്റൽ മുളക് വെച്ചിട്ടുള്ള ഒരു തന്ത്രം എന്ന് പറയുന്നത്. വളരെ
എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു തന്ത്രം ചെയ്തു നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ആദ്യം നമ്മുടെ വീട്ടിൽ ഒരു 7 വറ്റൽമുളക്, തണ്ടോട് കൂടിയ വറ്റൽമുളക് ഉണ്ടെങ്കിൽ ആദ്യം 7 വറ്റൽമുളക് എടുക്കുക. ഒരു 7 വറ്റൽമുളക് എടുത്തിട്ട് നമുക്ക് ചുവന്ന തുണി ഉണ്ടല്ലോ, ചുവന്ന പട്ട് ഇതുണ്ടല്ലോ, അപ്പോൾ അത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, വിശ്വാസം ഇല്ലാത്തവർ ചെയ്യണ്ട. നിങ്ങൾക്ക് അതായത് കടബാധ്യത അല്ലെങ്കിൽ ആ ഒരു മണി ബ്ലോക്ക്, അതായത് കടം പെട്ടെന്ന് മാറുമെന്നല്ല ഞാൻ പറയുന്നത്, അവിടെ ഒരു മണി ബ്ലോക്ക് മാറിയിട്ട് അതായത് പണം ഒരു കൈവഴികളിലൂടെ നമുക്ക് എത്തിച്ചേരുന്നതിന് സഹായിക്കുന്നതാണ്. അല്ലാതെ ഇന്ന് ഇത് ചെയ്തിട്ട് നാളെ എൻ്റെ കടങ്ങളെല്ലാം മാറി, എൻ്റെ കോടിക്കണക്കിനുള്ള കടങ്ങൾ മാറി എന്ന് ഒരിക്കലും പറയത്തില്ല. അവിടെ ആ ഒരു നെഗറ്റീവായിട്ടൊരു എനർജിയെ കളഞ്ഞുകൊണ്ട് പോസിറ്റീവായിട്ടൊരു എനർജി കൊണ്ടുവന്ന് നമ്മുടെ മണി ബ്ലോക്ക്, ആ ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ, നീങ്ങി കിട്ടുന്നതിനുള്ളൊരു തടസ്സം, ആ ഒരു തടസ്സം മാറ്റി പൂർണ്ണമായിട്ട് നീങ്ങാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 7 വറ്റൽമുളക് എടുക്കണം. 7 വറ്റൽമുളക് എടുക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ഫ്രഷ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇതിന് എന്താണ് നമ്മൾ വ്രതശുദ്ധിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ഇതിന് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ മനസ്സ് ഓക്കെ ആയിരുന്നാൽ മതി. ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സ് ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതിയും നമുക്ക് എന്താണ് ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കും, നമുക്ക് നടക്കും, അത് എനിക്ക് സക്സസ് ആവും എന്ന രീതിയിലൊരു വിശ്വാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് നമ്മളിൽ ആദ്യം വേണ്ടത്. ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. എനിക്കിത് കിട്ടും, എനിക്കിത് കിട്ടി, ഞാനിത് നേടും എന്ന ഒരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ആ ബാധ്യതകൾ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഈ 7 വറ്റൽമുളക് എടുക്കുന്നു, അത് ഒരു പട്ടിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, പട്ടിനകത്ത് കെട്ടിയിട്ട് നമ്മൾ ആരും കാണാത്ത നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയുടെ ഏതെങ്കിലും ഒരു കോർണറിൽ ഒന്നെങ്കിലും തൂക്കിയിടുക. ആരും കാണരുത്. കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ നെഗറ്റീവ് എനർജികളെ കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആരും കാണാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് തൂക്കിയിടുക, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് ഒളിപ്പിച്ച് വെക്കുകയോ ചെയ്യുക. പണ്ടത്തെ ഈ 4 വീടൊക്കെ നമ്മൾ പോകുമ്പോഴേ, ഈ പല ആവശ്യങ്ങൾക്ക് നമ്മൾ ഫോട്ടോഷൂട്ടിനൊക്കെ പോകുമ്പോഴത്തേക്ക് 4 വീട്ടിൽ നമ്മൾ ചെന്നിട്ട് നിങ്ങളുടെ അമ്മമാരുടെ ആരെങ്കിലും പണ്ടത്തെ 4 വീടോ പണ്ടത്തെ വീടുകൾ പോകുമ്പോൾ അറിയാം, ഏതെങ്കിലും മച്ചിൻ്റെ എവിടെയെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ പേപ്പറോ ചുമന്ന തുണിയോ എന്തെങ്കിലുമൊക്കെ തിരികെ വെച്ചിരിക്കുന്നത് കാണാം. പല രീതിയിൽ പണ്ടുള്ളവർ എന്താണ് മറ്റുള്ളവരെ നെഗറ്റീവ് എനർജി അവരെ ഒഴിവാക്കാൻ, നെഗറ്റീവ് എനർജി കളയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് ആരും കാണാത്ത മൂലകളിലാണ് ഇവരെന്ത് ചെയ്യുന്നത്, എടുത്തു വെക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാർക്ക് എന്താണ് അതിനെപ്പറ്റി വിശ്വാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ വിശ്വസിക്കണോ അല്ലെങ്കിൽ ഇത് ഫോളോ ചെയ്യണോ എന്നൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 7 വറ്റൽമുളക് എടുക്കുന്നു, ഒരു ചുമന്ന പട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് കെട്ടിയിട്ട് ശേഷം കുറച്ച് മടക്കി ഇതൊന്ന് കെട്ടി ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വെക്കുന്നു. ഇത് വെച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു 3-4 ദിവസം കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലോട്ട് വരുന്നവരാണെങ്കിലും അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന കടബാധ്യതകളുടെ ഒരു ബ്ലോക്ക്, അതായത് ആ കടബാധ്യതകൾ മാറി കിട്ടുന്നതിനുള്ള ഒരു ഇത് നമുക്ക് വഴി ഉണ്ടാവുന്നതാണ്. അതായത് ഒരു എനർജി, നമുക്കൊരു പോസിറ്റീവ് എനർജി. ഇപ്പോൾ കടബാധ്യത എങ്ങനെ മാറി കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളിത് ചെയ്ത് നാളെ കയ്യിൽ പൈസ വരുമെന്നല്ല അർത്ഥമാക്കുന്നത്. നമുക്ക് ഇപ്പോൾ ജോലിക്ക് പോകാനായിട്ട് ഉന്മേഷമായിട്ട് നിൽക്കുന്നവരായിരിക്കാം, പക്ഷെ ശരിയായിട്ടുള്ള ജോലി കിട്ടുന്നില്ല. കൂലിപ്പണിക്കാരാണെങ്കിൽ ഡെയിലി ജോലി കിട്ടുന്നില്ല. പക്ഷെ അതൊക്കെ ഒന്ന് മാറി കിട്ടി ഡെയിലി ജോലി വരുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ അറിയാതെ തന്നെ, അതായത് ഇത്രയും രൂപ നിനക്ക് ആവശ്യമുണ്ടോ എന്നാൽ വെച്ചോ എന്ന രീതിയിൽ എപ്പോഴെങ്കിലുമൊക്കെ നമുക്കൊരു സഹായം എന്ന രീതിയിൽ വന്ന് എത്തിച്ചേരും. നിങ്ങൾക്കിത് വെക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് അത്രത്തോളം ഏറ്റവും പല കർമ്മങ്ങളിലും പല രീതികളിലും ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയാണ് വറ്റൽമുളക്. നമുക്ക് ഗൂഗിളിലൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം, പല കർമ്മങ്ങളിൽ നമ്മൾ ഈ ഒരു വറ്റൽമുളക് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ കടുക് ഉപയോഗിക്കുന്നുണ്ട്, ഉപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വറ്റൽമുളക് ഉപയോഗിക്കുന്നുണ്ട്. കാരണം അത്രത്തോളം വറ്റൽമുളക് നമ്മളെ കരിയുമ്പോൾ ഒരു കുത്തുന്ന മണം ഉണ്ടല്ലോ, അതായത് മൂക്കിൽ കുത്തുന്ന മണം, അതായത് നമ്മളുടെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള എനർജിയെ കളഞ്ഞുകൊണ്ട് പോസിറ്റീവായിട്ടൊരു എനർജി ഹീൽ ചെയ്യിപ്പിക്കുകയാണ് നമ്മുടെ ബോഡി ഫുള്ള് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വറ്റൽമുളക് കരിക്കണമെന്നോ ഒന്നും പറയുന്നില്ല. ജസ്റ്റ് വറ്റൽമുളക്, അതായത് 7 അല്ലി നമ്മുടെ വറ്റൽമുളക് എടുക്കുക. അത് ഞെട്ട് ഒടിയാതെ ആ ഫുൾ ഞെട്ടോട് കൂടിയുള്ള ആ വറ്റൽമുളക് എടുത്തിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യുക, റൂമിൻ്റെ ഏതെങ്കിലും റൂമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ ആരും കാണാത്തൊരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇത് ചുരുട്ടി ഏതെങ്കിലും ഒരു തൂക്കിയിടുകയോ അല്ലെങ്കിൽ ഒളിപ്പിച്ച് വെക്കുകയോ ചെയ്യാം. ഇത് ഏറ്റവും കൂടുതൽ തൂക്കിയിടുന്നതാണ് നല്ലത്. പക്ഷെ ആരും കാണാത്ത സ്ഥലമായിരിക്കണം. പെട്ടെന്ന് ആരെങ്കിലും ശ്രദ്ധിക്കരുത്. നമ്മുടെ അതായത് നമ്മൾ ഈ വീടിൻ്റെ മുകളിലൊരു എൻട്രൻസ് മുകളിലൊരു ഭാഗം ഉണ്ടല്ലോ, ആ ഷെയ്ഡിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും ജസ്റ്റ് നിങ്ങളൊന്ന് തൂക്കിയിട്ടിരുന്നാൽ മതി. ഇനി അത് കൂടാതെ ഇത് നിങ്ങൾക്ക് വിശ്വാസമില്ല, ഇത് ചെയ്യുന്നതിന് എനിക്ക് പാടാണ് എന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിൽ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ട. അതായത് എനിക്ക് വിശ്വാസമില്ല എന്ന രീതിയിലാണ്, അയ്യോ ഇത് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, ഇതെനിക്ക് പാടാണ്, ചുമന്ന പട്ടും കാര്യങ്ങളൊന്നും ഇല്ല, അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ അത് ചെയ്യേണ്ട. പകരം മറ്റൊരു വിദ്യ കൂടി ഞാൻ പറഞ്ഞുതരാം.
നമ്മൾ ആദ്യം എടുത്തത് 7 വറ്റൽമുളകാണ്. അപ്പോൾ 7 വറ്റൽമുളകിന് പകരം നമുക്കൊരു 4 വറ്റൽമുളക് എടുക്കുക, പിന്നെ ഒരു നാരങ്ങ എടുക്കുക, പിന്നെ നമ്മുടെ കരിക്കട്ടയില്ലേ, കരിക്കട്ട എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ, ചാർക്കോൾ. അപ്പോൾ കരിക്കട്ട എടുക്കുക. കരിക്കട്ട എടുത്ത ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് താഴെ കരിക്കട്ട, അതിന് മുകളിൽ നാരങ്ങ എന്ന് പറയുന്നത് നല്ല പഴുത്ത നാരങ്ങ ആയിരിക്കണം കേട്ടോ വരേണ്ടത്. അതിന് മുകളിൽ നല്ല പഴുത്ത നാരങ്ങയുടെ മുകളിൽ ഒരു 4 വറ്റൽമുളക്. 4 വറ്റൽമുളക് എന്ന് പറയുമ്പോൾ പച്ചമുളകല്ല എടുക്കേണ്ടത്, വറ്റൽമുളകാണ് കേട്ടോ. അപ്പോൾ ഈ 4 വറ്റൽമുളക് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ അടിക്കിന് 4ആയിട്ട് കെട്ടിയിട്ട് നമ്മൾ ഒറ്റ സ്ട്രിങ്ങിൽ താഴെ ഇതുപോലെ കരിക്കട്ട, അതിന് മുകളിൽ നാരങ്ങ, അതിന് മുകളിൽ 4 വറ്റൽമുളക് എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് കെട്ടിയിട്ട് വീടിൻ്റെ എൻട്രൻസ് ഭാഗത്ത് ഇത് നമുക്ക് ഇടാവുന്നതാണ്. വീടിൻ്റെ എൻട്രൻസ് ഭാഗത്തോ വീടിൻ്റെ നമ്മൾ കയറി വരുന്ന എൻട്രൻസ് ഭാഗം ഉണ്ടല്ലോ, അവിടെ വേണമെങ്കിൽ നമുക്ക് ഇടാവുന്നതാണ്. വളരെ എഫക്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതായത് വീട്ടിൽ പ്രവേശിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നമുക്കറിയാം, നമ്മൾ നെഗറ്റീവ് എനർജി വിശ്വസിക്കുന്ന ആൾക്കാരല്ലെങ്കിൽ കൂടിയും നമുക്ക് പല സന്ദർഭങ്ങളിൽ നമ്മളൊരു പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ പുതിയ രീതിയിൽ നമ്മൾ ഒരുങ്ങി പോകുമ്പോഴോ ഒക്കെ ചിലരുടെ കണ്ണ് ഭയങ്കരമായിട്ട്, അതായത് കണ്ണിന് ഏറ്റവും കൂടുതൽ കാന്തിക ശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. ഭയങ്കര മാഗ്നറ്റിക് പവറാണ് നമ്മുടെ കണ്ണിനുള്ളത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇപ്പോൾ നമ്മൾ പണ്ടത്തെ പടത്തിലായാലും പല പടങ്ങളിലും നമുക്ക് നിങ്ങൾക്ക് കൂടുതൽ അനുഭവം ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ കുഞ്ഞുങ്ങൾ, ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ബർത്ത്ഡേയോ ജന്മദിനമോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ ജന്മദിനത്തിന് നിങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് കേക്ക് കട്ട് ചെയ്യുന്നു. അതിനുശേഷം കുഞ്ഞുങ്ങൾ പിന്നെ രാത്രി ഉറക്കം കാണത്തില്ല, കുഞ്ഞുങ്ങൾ നിർത്താതെ കരച്ചിലായിരിക്കും. അപ്പോൾ നമ്മളെന്താണ്, വയറുവേദനയോ വേറെ എന്തെങ്കിലും അസുഖമാണെന്നൊക്കെ വിചാരിക്കും. പിറ്റേ ദിവസം ആഹാരം കഴിക്കുന്നില്ല. ചിലർ വന്നിട്ട് പറയും, ഈ കൊച്ചൊന്ന് കാണാൻ നല്ല ഭംഗിയാണല്ലോ കേട്ടോ, ഈ ഉണ്ടു മണിയുടെ കണക്കിരിക്കുന്നു, നല്ല വണ്ണമൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ ഒരു കണ്ണോടുകൂടി പിറ്റേ ദിവസം കുറേ ദിവസം കഴിയുമ്പോൾ കുട്ടി ആഹാരം കഴിക്കുന്നില്ല, കരച്ചിൽ, രാത്രി കണ്ണ് തുറന്ന് കിടക്കുന്നു, ഉറക്കമില്ലായ്മ. അപ്പോൾ കണ്ണിൻ്റെ നമ്മൾ ആ കൊടുക്കുന്ന അയ്യോ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. നമ്മൾ ഒരാളുടെ മുഖത്ത് അയ്യോ എന്ന് പറഞ്ഞിട്ട് അയ്യോ അടിപൊളി എന്ന് പറയുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പോസിറ്റീവ് എനർജിയെ അവിടെ നിർത്തിക്കൊണ്ട് നമ്മുടെ കണ്ണുകളിൽ നിന്നും മറ്റൊരു ആളുടെ ശരീരത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു എനർജി ഉണ്ട്, ഇലക്ട്രിക്കൽ എനർജി ഉണ്ട്. സോ ആ ഇലക്ട്രിക്കൽ എനർജി നെഗറ്റീവ് എനർജിയാണ് കണ്ണുകളിലേക്ക് പോകുന്നത്, നമ്മുടെ കണ്ണിൽ നിന്ന് വേറൊരാളുടെ കണ്ണുകളിലേക്ക് പോകുന്നത്. ആ ഒരു ഇലക്ട്രിക്കൽ എനർജി അയാളുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും കണ്ണുകൾ വഴി പ്രവേശിക്കുകയും അത് നമ്മുടെ ശരീരത്തിൽ എന്താണ്, ക്ഷീണവും അതുപോലെ തന്നെ തലവേദന, ഉന്മേഷക്കുറവ് എന്നിവ ഉണ്ടാക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നു. പക്ഷേ അത് തിരിച്ച് അതുപോലെ തന്നെ അയാളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ എന്താണ്, ആ ഒരു നെഗറ്റീവ് എനർജിയെ കളയുന്ന ട്രിക്കുകൾ നമ്മൾ ചെയ്തേ പറ്റൂ. അല്ലാത്ത പക്ഷം നമ്മൾ എന്താണ്, ഇങ്ങനെ നമുക്ക് ക്ഷീണവും കാര്യങ്ങളും ഒക്കെ. ഇനി ചിലർ പറയും ഇതെല്ലാം മനസ്സാണ്, മനസ്സിൻ്റെ ഒരു ഇത് തന്നെയാണെന്ന്. ഏറെക്കുറെ കഴിഞ്ഞാൽ നമുക്ക് ഈ നെഗറ്റീവ് എനർജി ആണെങ്കിൽ പോസിറ്റീവ് എനർജി ആണെങ്കിൽ നമ്മുടെ മനസ്സ് നിശ്ചയിക്കും നമ്മളിൽ ഏത് എനർജിയാണ് ഇപ്പോൾ ഉള്ളതെന്ന്. പക്ഷെ നമ്മുടെ മനസ്സ് ഇതൊന്നും വിശ്വസിക്കാത്ത ആൾക്കാരും ജീവിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും വിശ്വസിക്കാത്ത ആൾക്കാരും ജീവിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർ വളരെ കുറവാണെന്ന് മാത്രം അല്ലേ. അതായത് നമുക്കൊരു അനുഭവം വരുമ്പോഴേ എല്ലാവരും പഠിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളെന്താണ്, നമ്മൾക്ക് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാലും ചില നിറങ്ങൾക്ക് നെഗറ്റീവ് എനർജിയെ കളയുന്നതിന് വലിയൊരു ഇതുണ്ട്. നെഗറ്റീവ് എനർജി ആ ഒരു സ്വീകരിക്കാതെ, അതായത് നെഗറ്റീവ് എനർജി ഇങ്ങനെ സ്വീകരിച്ചിട്ട് പോസിറ്റീവ് എനർജി കൊടുക്കുന്നതിന് ചില നിറങ്ങൾക്ക് കഴിയും. അതുപോലെ തന്നെ ചില ഭക്ഷ്യവസ്തുക്കൾക്കും കഴിയും. അതുപോലെ ഒന്ന് തന്നെയാണ് നമ്മളുടെ ഈ ഒരു വറ്റൽമുളകും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കണ്ണീർ ദോഷമൊക്കെ വരുമ്പോഴും വറ്റൽമുളകും എല്ലാം കൂടെ എടുത്ത് നമ്മളിങ്ങനെ തലയിലിങ്ങനെ ഒഴിഞ്ഞിട്ട് ഉപ്പൊക്കെ ചേർത്ത് ഒഴിഞ്ഞ് ഭയങ്കര ശക്തിയാണെന്നാണ് പറയുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന കണ്ണീറൊക്കെ പണ്ട് അമ്മമാരൊക്കെ അത് അടുപ്പിൽ ഇങ്ങനെ ഇട്ട് കളഞ്ഞിട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇത് വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒന്ന് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ നിർത്താതെ കരയുകയോ എടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആദ്യം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സയൻറ്റിഫിക്കലായിട്ട് നോക്കുക. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞിന് ഉറക്കമില്ല, അങ്ങനെയാണ് ഡെയിലി കരയുകയാണെങ്കിൽ ആദ്യം ഹോസ്പിറ്റലിൽ കാണിക്കുക. സെക്കൻഡ് തിങ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യമേ അറിയാമല്ലോ, കുഞ്ഞുങ്ങൾക്കൊരു അസുഖം വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ സാധിക്കുന്നത് അമ്മമാർക്കാണ്. അപ്പോൾ അറിയാം എങ്ങനെയാണ് എൻ്റെ കുഞ്ഞിന് ഇനി എന്തെങ്കിലും അസുഖമുണ്ടോ. അപ്പോൾ അസുഖമില്ല, ഒരു കണ്ണീർ പോലെയാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മാറുന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കുക. അതല്ലാതെ നമ്മളെന്താണ് ശാസ്ത്രത്തെ അവിടെ നിർത്തിക്കൊണ്ട് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യണമെന്ന് ആരും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കടം അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള മുട്ടുകളുണ്ടെങ്കിൽ ഈ വറ്റൽമുളകിൻ്റെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്ത് നോക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ ലീവ് ഇറ്റ്. ഇത് എന്ത് ചെയ്ത് കഴിഞ്ഞാലും വിശ്വാസത്തോടു കൂടി ചെയ്യുക. വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യുക, വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. കാരണം വെറുതെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാലും
വലിയ ഗുണമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല. ഇനി നിങ്ങൾ ചോദിക്കുന്നുണ്ട് കടമില്ലാത്തവർക്കും സാമ്പത്തികമായിട്ടുള്ള പുരോഗതി കൈവരിക്കുന്നതിനും ദിവസേന ഒരു മാറ്റം, ഒരു പുരോഗതി കൊണ്ടുവരുന്നതിനും സഹായിക്കുമോ എന്ന് ചോദിക്കാറുണ്ട് ഈ ഒരു തന്ത്രം. ഉറപ്പായിട്ടും പല വീടുകളിലും, പല ഉദ്യോഗസ്ഥന്മാരുടെ വീടുകളിലൊക്കെ പോകുമ്പോഴും, പല ബിസിനസ് പാർട്ട്നേഴ്സിൻ്റെ വീടുകളിലൊക്കെ പോകുമ്പോഴും നമുക്ക് കാണാൻ പറ്റും അവരുടെ വീടുകളിൽ ഏതെങ്കിലും ഒരു വീടിൻ്റെ മുകളിൽ ഒരു സൈഡിൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഫ്രെയിമിൽ ഒന്നെങ്കിൽ നമുക്കൊരു പ്രത്യേക തരത്തിലൊരു മുഖം കാണാം, ഒരു വേറൊരു തരത്തിലൊരു മുഖം കാണാം. അത് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ടേക്കായിരിക്കും ക്യാച്ച് ചെയ്യുന്നത്. ഇനി അല്ലെങ്കിൽ നമ്മൾ ഈ ചിലർ വറ്റൽ മുളകും നാരങ്ങയും തൂക്കിയിടുന്നത് കാണാം. ഇതൊക്കെ നെഗറ്റീവ് എനർജിയെ പിടിച്ചെടുക്കുന്നതിന് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത് ശാസ്ത്രത്തിലും പല രീതിയിലും പറയുന്നു. നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് ഉള്ളതാണ്. ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി ഉറപ്പായിട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് എനർജിയാണ് വേണ്ടത്? പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജിയെ സ്വീകരിച്ച് നെഗറ്റീവായിട്ടുള്ള എനർജിയെ കളയാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പരമാവധി നമ്മൾ ആ ഒരു നെഗറ്റീവ് എനർജിയെ കളഞ്ഞിട്ട് പോസിറ്റീവ് എനർജി സ്വീകരിച്ചുകൊണ്ടേയിരിക്കാം. നമ്മൾ എങ്ങനെയാണ് പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നത്? എത്രത്തോളം നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുന്നതോ അത്രത്തോളം നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടും. ഇനി നമ്മൾ പറയാറുണ്ട്, ഒരു സിമ്പിളായിട്ടൊരു കാര്യം പറയുകയാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതായത് ഒരാൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ആളുടെ നെഗറ്റീവ് എനർജി, നമ്മളെപ്പറ്റി കുറ്റം പറയുകയോ അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരാളെ നമുക്കറിയാം. അല്ലെങ്കിൽ നമുക്കൊരു പൊതു ഇടത്ത് നമ്മൾ പോവുകയാണ്. അപ്പോൾ ആ ഒരു പൊതു ഇടത്ത് പോകുമ്പോൾ വളരെ ഇതായിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മൾ ഈ ചുവന്ന സിന്ദൂരം ഉണ്ടല്ലോ, അതായത് സിന്ദൂരം തലയിടുന്ന, നമ്മൾ നെറ്റിയിലിടുന്ന കുറി ഉണ്ടല്ലോ, ചുവന്ന കുറി. ഈ ചുവന്ന കുറി നമ്മൾ നെറ്റിയിലിട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരാൾ ഓപ്പോസിറ്റ് വന്ന് നിൽക്കുന്നു, നമ്മളോട് സംസാരിക്കുന്നു, അയാളുടെ നെഗറ്റീവ് എനർജി പോകുമ്പോൾ ആദ്യം അയാളുടെ നോട്ടം പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? ഒരാളെ കാണുമ്പോൾ വേറെ കാലിലോട്ടോ ശരീരത്തോട്ടോ ഒന്നുമല്ല, ചുവന്ന കുറി ഇട്ടിട്ടുള്ള ഒരാളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ കണ്ണ് ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആ ചുവന്ന കുറിയിലോട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ നെഗറ്റീവ് എനർജി ആ ഒരു ചുവന്ന കുറിയിലോട്ട് പോയി അവിടെ നിന്ന് തട്ടി തിരിച്ച് അയാളിലേക്ക് തന്നെ ആ നെഗറ്റീവ് എനർജി പോകുന്നതിനിടയാക്കുന്നു. അപ്പോൾ നമുക്ക് എന്താണ്, വീണ്ടും പോസിറ്റീവ് എനർജി ആയിട്ട് നിൽക്കാൻ സാധിക്കുന്നു. നമ്മുടെ എനർജി അവിടെ പോകുന്നില്ല, നമ്മുടെ എനർജിയുടെ ലെവൽ അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അയാളുടെ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരുന്നു, നമ്മളിലേക്ക് വന്നിട്ട് നമ്മുടെ ആ ഒരു സിന്ദൂരത്തിൽ തട്ടി നേരെ തിരിച്ച് ആ നെഗറ്റീവ് എനർജി ആയിട്ട് പോകുമ്പോൾ അതായത് 10 മടങ്ങ് ക്ഷീണം അവർക്കാണ് അനുഭവപ്പെടുന്നത്. കാരണം അവരുടെ എനർജിയാണ് നഷ്ടപ്പെടുന്നത്. അവരറിയാതെ അവരുടെ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്നത്, നമ്മളറിയാതെ നമ്മുടെ ശരീരത്തിൽ നിന്നും പലതരത്തിലുള്ള എനർജീസ് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മരണ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഒരിക്കലും പോസിറ്റീവ് എനർജി ആയിരിക്കില്ല ഉള്ളത്. നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, നമ്മൾ ഒരു മരണ വീട്ടിൽ പോകുന്നു, ഭയങ്കര ദുഃഖകരമായിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുന്നു. ആ ഒരു ദുഃഖവും പേറി നമ്മൾ അവിടുത്തെ കാര്യങ്ങളും കണ്ട് നമ്മൾ വീട്ടിൽ വരുന്നു. പിറ്റേന്ന് അന്നത്തെ ദിവസം ഫുള്ള് നമുക്കൊരു ഹാപ്പിനെസ് കിട്ടില്ല. ബിക്കോസ് അവിടെ ഉണ്ടായിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആ ഒരു സമയത്ത് ആകർഷിച്ച് നിൽക്കുന്ന എനർജി ഏത് തന്നെയാണ്? നെഗറ്റീവാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ മരണ വീട്ടിൽ പോകുമ്പോഴത് സയൻറ്റിഫിക്കലി പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ട് ബാക്ടീരിയൽസ് കയറാതിരിക്കാൻ, ശരീരത്തിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കുളിക്കണം. സ്പിരിച്വലി പറയുകയാണെങ്കിൽ കുളിക്കുന്നതെന്ന് പറയുമ്പോൾ ശരീരത്തെ തണുപ്പിക്കും, ഊർജ്ജ ഉൽപ്പാദനം നടത്തും, ഊർജ്ജത്തിൻ്റെ ഉൽപ്പാദനം അനുസരിച്ച് പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയെടുക്കുന്നു, നെഗറ്റീവ് എനർജിയെ കളയാൻ സഹായിക്കുന്നു. സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ ബാക്ടീരിയാസ്, നമ്മൾ തണുത്ത വെള്ളം ശരീരത്തിൽ ഒഴിക്കുന്നതുകൊണ്ട് ബാക്ടീരിയാസ് എന്ത് ചെയ്യുന്നു? ഇല്ലാതായി പോകുന്നു, നിഷ്പ്രഭം ഇല്ലാതാവുകയും ശരീരത്തിലെ തണുപ്പ് ബ്രെയിനിലെ ഉണർവുണ്ടാക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ സയൻറ്റിഫിക്കലിയും സ്പിരിച്വലിയും ഒക്കെ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള അർത്ഥവത്വങ്ങളാണ് ഉള്ളത്. അർത്ഥവത്തായിട്ടുള്ള പല കാര്യങ്ങളും പണ്ടത്തെ പുരോഹിതന്മാരും പല ആൾക്കാരും കണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കത് നോക്കി കാണുമ്പോൾ ചിലതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുക. ഈ കടം എന്ന് പറയുന്നൊരു കാര്യം ലൈഫിൽ ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ്. അത് നമ്മൾ മാറ്റിയെടുത്തില്ലെങ്കിൽ നമ്മൾ എന്നും ഒരു നെഗറ്റീവ് രീതിയിൽ നിൽക്കും. നമ്മുടെ വീട്ടിൽ എത്രത്തോളം കടമുണ്ടോ അത്രത്തോളം നമ്മളിലേക്ക് നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാക്കുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. അപ്പോൾ നെഗറ്റീവ് എനർജി ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ശ്രമിക്കേണ്ട നിങ്ങളാണ്. ഒരു 50% നിങ്ങളിത് ചെയ്യുക, 50% നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ആ ഒരു കടബാധ്യതകൾ മാറി കിട്ടുന്നതായിട്ട് കാണാം. വെറുതെ നിങ്ങൾ ചെയ്ത് നോക്കാതെ ചുമ്മാ ഇരുന്നിട്ട് ഇത് ചുമ്മാതെ കള്ളമാണ്, അടുത്ത വറ്റൽമുളകുമായിട്ട് വന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിപ്പം ഒത്തിരി പേര് ട്രൈ ചെയ്തിട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് വീഡിയോസിൽ വന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ വീഡിയോസ് വന്നിട്ട് അത് ചെയ്തു നോക്കൂ, ഇത് ചെയ്തു നോക്കൂ എന്ന് പറയുന്നില്ല. കാരണം നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ ഈ കടവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കുന്നുണ്ട്. അപ്പോൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുമ്പോൾ നമ്മളറിയാതെ തന്നെ ചില സന്ദർഭങ്ങളിൽ അടി നിനക്ക് ആ പൈസ തരാനില്ലായിരുന്നോ, ഞാൻ മറന്നുപോയി കേട്ടോ, അത് ഞാൻ ഇന്ന് അയച്ചേക്കാവേ എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്.
അതുപോലെ തന്നെ പണം നമ്മൾ കടം കൊടുത്തവർക്ക്, നമ്മൾ ഒരാൾക്ക് പണം അങ്ങോട്ട് കൊടുത്തു, 5 ലക്ഷം രൂപ ഒരാളുടെ കയ്യിലോട്ട് നമ്മൾ കൊടുത്തു, ഇന്ന് കിട്ടുമെന്ന രീതിയിൽ, അല്ലെങ്കിൽ 1 മാസത്തിൻ്റെ അടവ് പറഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയത്. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, 4 മാസം കഴിഞ്ഞു, മാസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയിട്ടും നമ്മുടെ ഒരു കടം എന്ന് പറയുന്ന നമ്മൾ കൊടുത്ത സംഭവം നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല. അപ്പോൾ ഈ പണത്തിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ സൗഹൃദവും സ്നേഹബന്ധങ്ങളും എല്ലാം നഷ്ടമാവുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കടം കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കൊടുക്കുന്ന ഒരാൾക്ക് നമ്മൾ പണം കൊടുക്കുകയാണ്, ഓക്കെ, നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾക്കൊന്നെങ്കിൽ ഉപ്പ് എന്ന് പറയുന്ന കല്ലുപ്പിനെ നിങ്ങൾക്കറിയാം, റോക്ക് സോൾട്ട്, അത് കൊടുത്തു കഴിഞ്ഞ ശേഷം സന്തോഷത്തോടെ, അതായത് നമ്മൾ ദുഃഖത്തോടെ നമ്മൾ കൊടുക്കുക, സന്തോഷത്തോടെ ഒരാൾക്ക് കൊടുക്കുന്നു. കൊടുത്ത ശേഷം അവിടെ നമ്മൾ എന്താണ്, അദ്ദേഹം പോകുന്നതിൻ്റെ ആ വഴിയിൽ നമ്മൾ ജസ്റ്റ് ഇറങ്ങുന്നതിൻ്റെ ആ ഒരു എൻട്രൻസിൽ കുറച്ച് കല്ലുപ്പ് വിതറുക. അതായത് അവിടുന്ന് ആ പുള്ളിക്ക് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് തന്നെ എന്താണ് ഇല്ലാതായിക്കൊള്ളും. പിന്നെ നമ്മൾ എന്താണ് ഈ ഒരു കാര്യങ്ങൾ, ഈ വറ്റൽമുളകിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും നെഗറ്റീവ് എനർജിയോട് കൂടി ചെയ്യരുത്, പോസിറ്റീവ് എനർജി ആയിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വറ്റൽമുളകിൻ്റെ 2 രീതികളുണ്ട്, നിങ്ങൾ മാക്സിമം ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, അപ്പോൾ ഏത് രീതിയിലുള്ള കടബാധ്യതകളാണ് നിങ്ങൾ അനുഭവിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇട്ട് തരാം. പിന്നെ അതുപോലെ തന്നെ ഉടനെ ഒരു ലൈവ് ഉണ്ടായിരിക്കും, അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കയറാൻ പറ്റുന്നവരൊക്കെ കയറുക. ലൈവിൻ്റെ സമയം ഞാൻ പ്രോപ്പറായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ.